നമസ്കാരം. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആർ ശ്യാം ബാബു. എൻ്റെ പിന്നിൽ നിങ്ങളൊരു വാഹനം കാണുന്നുണ്ടായിരിക്കും. മഹേന്ദ്രയുടെ XUV 500 ആണ് ആ വാഹനം. ആ വാഹനത്തിലൊരു ഫ്ലെക്സ് ബോർഡ് കെട്ടിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ ഇതാണ്: KSRTC ബസ്സിന് എന്ത് അക്രമവും ആകാം. ആ ഫ്ലെക്സിൽ തന്നെ ഒരു ചിത്രവുമുണ്ട്. ഒരു KSRTC ബസ്സിൻ്റെ ചിത്രമാണത്. KL 15 A 2015 തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ചിത്രമാണത്. സംഭവം ഇതാണ്: ഈ വാഹനം, അതായത് ഈ കിടക്കുന്ന വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം വെടിവെച്ചാങ്കോവിലിന് സമീപമുള്ള ഈ സ്ഥലത്തെത്തിയത്. അദ്ദേഹം ബന്ധുവിനെ വിളിക്കുവാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറിപ്പോയ സമയത്ത് ഇവിടെ എത്തിയ KSRTC ബസ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗം ഇടിച്ച് തകർത്ത് ആ വാഹനത്തെ ഈ കൈവരിയിലേക്ക് ഇടിച്ചു കയറ്റി. വാഹനത്തിൻ്റെ ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കൂ എന്നാണ് അതിൻ്റെ ഉടമയോട് KSRTCയുടെ ഡ്രൈവർ പറഞ്ഞത്. KSRTC ബസ്സുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നെന്ന് അതിൻ്റെ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ആ വാഹനത്തിൻ്റെ ഉടമ 24 വയസ്സുള്ള റിജോ എന്ന ഒരു യുവാവാണ്. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാഹനത്തിന് ഫിനാൻസ് ഉണ്ട്. മാസം ഏതാണ്ട് 10,000-ലധികം രൂപ ഈ വാഹനത്തിൻ്റെ ഫിനാൻസ് ആ യുവാവ് അടയ്ക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വാഹനത്തെയാണ് ആഗ്രഹിച്ച് വാങ്ങിച്ച ആ ഒരു വാഹനത്തെ ഇടിച്ച് തകർത്ത ശേഷം നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അത് വഴി അരികിൽ ഓരത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിൻ്റെ പിൻഭാഗം ഇടിച്ചു തകർത്തിട്ടാണ് ഒരു KSRTC ഡ്രൈവർ ഇത്തരത്തിലുള്ള മറുപടി നൽകിയത് എന്നത് ഏറെ ദുഃഖിപ്പിക്കുന്നതും ഒപ്പം അമർഷത്തോടെ നോക്കിക്കാണേണ്ടതുമാണ് അദ്ദേഹം ഈ ഒരു മറുപടി നൽകിയത്. ഏതായാലും നമുക്കതിൻ്റെ ഉടമയോട് സംസാരിക്കാം. 11:30 എൻ്റെ അമ്മയുടെ സഹോദരി സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്ന് വാഹനം ഇവിടെ ഒതുക്കി അവരെ വിളിച്ച് തിരിച്ച് ഇറങ്ങി വരണ വഴി നമ്മൾ ഈ ഫുട്പാത്തിൻ്റെ അടുത്തിവിടെ എത്തിയതും കയറാൻ വേണ്ടിയില്ല, ലോക്ക് മാറ്റിയത് ഒരു ബസ് വന്ന് വണ്ടി ഇടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഭയങ്കര ശബ്ദമായിരുന്നു. കുറേ അപ്പുറത്തുള്ള കാറ് ഇങ്ങി വന്നിട്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പം ബസ് ഇവിടെ നിന്ന് ഈ ലൈനിൽ നിന്ന് അപ്പുറത്തെ ലൈനിൽ പോയി. മറ്റൊരു വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അതിൽ തട്ടാതെ ഇപ്പുറത്ത് വീണ്ടും വന്ന് ബസ് അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒതുക്കി. നമ്മളത് ഡ്രൈവർക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടും ഡ്രൈവർ ആവശ്യപ്പെട്ടില്ല. ഡ്രൈവർക്ക് അപ്പോഴും യാത്രക്കാർ ഇറങ്ങി ഇതുപോലെ. അതിനുശേഷം ഡ്രൈവർ യാത്രക്കാരെ ഇറങ്ങുന്ന സ്ഥലം വഴി ഇറങ്ങി വന്നിട്ട് ഇതുപോലെ നമ്മൾ ചോദിച്ചായിരുന്നു, എന്ത് പറ്റി, നിങ്ങൾ ഉറങ്ങിയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും ഉണ്ടായില്ല. അയാളൊന്നും സംസാരിക്കില്ല. പിന്നെ യാത്രക്കാരാണ് പറഞ്ഞത്, ഇയാൾ കളിക്കുള്ള മുതലേ ഭയങ്കര അശ്രദ്ധ വെച്ചാൽ റോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്കിലും ഇപ്പുറ സൈഡിലും റോഡിൻ്റെ നടുക്കൂടെയും ഭയങ്കര അലക്ഷ്യമായിട്ടാണ് വണ്ടി ഓടിച്ച് വന്നത്. പിന്നെ ഡ്രൈവർക്ക് വീണ്ടും നമ്മൾ സംസാരിക്കുന്നത്, ചേട്ടാ ഇതെന്ത് പറ്റി, ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്കൊന്നും ഉണ്ടായില്ല. അയാൾ നോർമൽ അല്ലായിരുന്നു. ഒരുമാതിരി പേടിച്ച പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര മണിക്കായിരുന്നു ഈ സംഭവം? ഒരു 11:30 കഴിഞ്ഞ സമയത്താണ്. ഞാൻ അവരെ വിളിച്ചിറങ്ങിക്കൊണ്ട് പറഞ്ഞു. അതിന് മുമ്പ് ഈ കാറിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ബൈക്കിലാണ് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരുന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബൈക്ക് വെച്ച് തിരിച്ച് കയറിയതും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നത്. ആ കയറിയ സമയത്താണ് ബസ് കാറിലിടിച്ചത്. ഏത് ഡിപ്പോയുടെ വണ്ടിയായിരുന്നു? പാപ്പരംകോട് ഡിപ്പോയിലെ വണ്ടിയാണ്. എന്താ ഇപ്പോൾ മറുപടി പറയുന്ന പുള്ളി? അവർക്ക് അയാൾ ചോദിക്കുന്നത് പറഞ്ഞ എല്ലാം ഒരേ വാക്ക്. അത് KSRTC എനിക്ക് കൊണ്ട് ജോലിക്ക് കയറുമ്പോഴേ അവർ പഠിപ്പിച്ച് വിടണമെന്നാണ്. ആരെ കൊന്നാലും നിങ്ങൾ കേസ് എന്നൊരു വാക്ക് മാത്രം വണ്ടിയാടി കേസ്. അവർക്ക് ഒരു മറുപടി എന്ത് ചോദിച്ചിട്ട് ഞാൻ പറയും എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റുമെന്ന് ചോദിച്ചിട്ട് കേസായിട്ട് പോയി. അത് കേസ് കൊടുത്താൽ മതി എന്നുള്ളത്. ഇതാണ് അവരെ മറുപടി. ഇതിന് എത്ര ഫിനാൻസ് ഉണ്ട്? ഇതിൽ മന്ത്ലി എത്ര അടവുണ്ട്? മന്ത്ലി 14,450 രൂപ അടവുണ്ട് ഇതിന്. എനിക്ക് നിലവിൽ ശമ്പളം 15,000 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കി വേറെ ജോലിയൊക്കെ പോയിട്ടാണ് ഇതിൻ്റെ ഫിനാൻസ്. പിന്നെ മെയിൻ്റനൻസ് കാറാകുമ്പോൾ ഇതാകുമ്പോൾ നല്ല മെയിൻ്റനൻസ് ഉണ്ട്. അയാൾ ആഗ്രഹിച്ച് കുറേ മാസങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻസ് ഇടുമ്പോൾ കുറേ കാശ് കയ്യിൽ നിന്ന് ഇടേണ്ടി വന്നു. കയ്യിൽ നിന്നിട്ടൊക്കെ ഇട്ടാണ് വണ്ടി എടുത്തപ്പോൾ ഒരു 9 മാസമേ ആയുള്ളൂ. ഇങ്ങനെ അയാളത്ത് ചോദിച്ചിട്ട് അയാൾക്ക് ഇതിനൊന്നുമില്ല. ഞാൻ എല്ലാം എൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞിട്ട് എന്നെക്കാൾ ഇരട്ടി ശമ്പളം വാങ്ങണതാണ് അയാൾ. ഗവൺമെൻറ് ജീവനക്കാരനാണ്. നമ്മളത് അയാളത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്തെങ്കിലും ചെയ്യട്ടെ, കാരണം ഒരു ടയർ വാങ്ങാൻ പോലും എനിക്കിതിന് പൈസയില്ല. ഞാൻ മാസം ഫിനാൻസ് ടയർ വേണ്ടി 16,000 രൂപ അടുപ്പിച്ച് വരണുണ്ട്. അയാളത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ ലാസ്റ്റ് ഇത്രയും കേട്ടിട്ട് നമ്മളതിൽ ഇപ്പോൾ ഒരു മനുഷ്യനായ പോലും നമ്മൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്നൊരു വാക്കുമുണ്ട്. ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി ഒരു 5,000 രൂപ തരാം, അല്ല ഒരു 4 നെട്ട് വാങ്ങാൻ തരില്ല ഈ 5,000 രൂപ. ഇത് ഒതുങ്ങി കിടന്ന വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കണം എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്.
കേസ് അയാൾക്ക് ഒരു വാക്കേ ഉള്ളൂ, കേസായിട്ട് പോയത്, കേസായിട്ട് പോയത്. ഇതിപ്പോൾ എത്ര രൂപയുടെ പണിയുണ്ട് അതിനകത്ത്? ഷോറൂമിൽ നിന്ന് ആൾ വന്നായിരുന്നു, വന്ന് എസ്റ്റിമേറ്റ് ജസ്റ്റ് പുറമേ നോക്കി എസ്റ്റിമേറ്റ് എടുത്തായിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ ഏകദേശം 1.5 അടുപ്പിച്ച് വരും. കാരണം അതിൽ ഈ അലോയും ടയറും വരില്ല. അലോയ് പറഞ്ഞിട്ട് 50 രൂപ പുറത്തുണ്ട്, ഒരു അലോയുമായിട്ട് കിട്ടൂലല്ലോ. 4 അലോയും കൂടെ മാറണം, ടയർ പോയി. അതാണ് അവർ പറഞ്ഞത്. 1.5 അടുപ്പിച്ച് എന്തായാലും അതിന് കൂടുതൽ, കാരണം ചേസ് ഉൾപ്പെടെ പോയതാണ് അവർ പറഞ്ഞു കേട്ടത്. വണ്ടി ഇടിച്ചെടുത്തുകൊണ്ട് പോയി ആ സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു പിഴുതെടുത്തത് വേണം വന്നത്, അകത്ത് ആക്സിൽ ഉൾപ്പെടെ എല്ലാം പോയാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ റോഡരികിലിട്ട് ഇതിൽ പരസ്യങ്ങളൊക്കെ ഒട്ടിച്ചു തുടങ്ങി നാട്ടുകാർ. പരസ്യങ്ങളൊക്കെ ഒട്ടിച്ചു തുടങ്ങി, അതാണ് അവസ്ഥ. ഞാൻ ഇപ്പോഴാണ് കണ്ടത് പരസ്യം ഒട്ടിച്ചിരിക്കുന്നത്. ഇതെന്നാ ഈ സംഭവം ഉണ്ടായിരുന്നായിരുന്നു? 19-ാം തീയതി രാത്രി. 19-ാം തീയതി വീട്ടിൽ നിന്ന് അവർ ഇതുപോലെ ഒട്ടും വയ്യ, അവർക്ക് വാഹനമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് അവരെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരണ വഴിക്കാണ്. അഥവാ നമ്മൾ ലോക്ക് മാറ്റി അകത്ത് ആൾ കയറിയിരുന്നെങ്കിൽ അവനും തീരുമാനമായിരുന്നു. എൻ്റെ കൂട്ടുകാരെ മുമ്പ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹമാണോ ഈ സംഭവം കണ്ടത്? അദ്ദേഹം ഇവിടെ അടുത്തുണ്ട്, ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു, വണ്ടിയുടെ അടുത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ സംഭവം നേരിട്ട് കണ്ട ഒരാളുണ്ട്, അദ്ദേഹത്തോടു കൂടി നമുക്ക് ചോദിക്കാം. നമ്മളിത് അവിടെ ഇരിക്കുകയായിരുന്നു, ആ സ്റ്റെപ്പിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും നമ്മളിവിടെ കൂട്ടുകാരൻ്റെ കടയാണ്, അപ്പോൾ അതിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് സമയങ്ങളിൽ കിട്ടുന്ന സമയത്ത് കുറച്ച് ജോലിയൊക്കെ അത് ചെയ്ത് തീർക്കും. കട തുറന്നിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഈ സ്റ്റെപ്പിൽ കുറച്ച് നേരം ജോലി കഴിഞ്ഞിട്ട് നിന്നുകൊണ്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വെട്ടം ഇങ്ങനെ മുഖത്തടിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെട്ടം മുഖത്തടിച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരു വണ്ടി റോങ് സൈഡ് ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ നമ്മൾ മുഖത്തിങ്ങനെ പെട്ടെന്ന് ഇത്രയും റോഡിലുള്ള നമ്മൾ ഇത്രയും ഒതുങ്ങിയിരിക്കുന്നിടത്ത് മുഖത്ത് വെട്ടം അടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ ഫ്ലാഷ് അടിക്കും പോലെ മുഖത്ത് വെട്ടം അടിച്ചു. ഇവിടേക്ക് ചേർന്ന് വന്നിടിച്ചു. മുഖത്ത് ഫ്ലാഷ് അടിക്കും പോലെ ആയിരുന്നു ആ ഒരു വെട്ടം. ബസ്സിൻ്റെ ഹൈ ബീമാണെന്നോണം അടിച്ച. അങ്ങനെ നേരെ വന്ന് അവിടെ നിന്ന് ഇടിച്ചപ്പോഴേ നമ്മൾ വിളിക്കുന്നുണ്ട് അയാളെ, ചേട്ടാ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് അയാൾ അതൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. ഇടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി അപ്പുറത്തെ ട്രാക്കിൽ കയറ്റി പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു ടോറസ് വരുന്നുണ്ടായിരുന്നു. അയാളും തട്ടിയില്ല എന്നുള്ള രീതിയിൽ അങ്ങ് കയറിപ്പോയി. നമ്മളിങ്ങനെ പുറകെ ഓടി നടന്ന് വിളിച്ചുകൊണ്ട് കുറച്ചപ്പുറത്താണ് അയാൾ മാറ്റി നിർത്തിയത്. എന്നിട്ട് എൻ്റെ സുഹൃത്ത് തന്നെ പോയി വിളിച്ച്, ചേട്ടാ ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അയാൾ അതിനകത്ത് നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും തയ്യാറല്ല. ഇടിച്ചു, ഓക്കെ, സംഭവിച്ചു പോയി. എന്നിട്ട് അത് എന്താണെന്ന് വന്ന് നോക്കാനുള്ള ഒരു മാനസിക പരിഗണന പോലും അയാൾ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഡോർ വഴി കയറി വിളിച്ചു, ചേട്ടാ ഒന്ന് ഇറങ്ങി വരൂ, ഇത് വണ്ടി ഇടിച്ചില്ലേ, നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ എപ്പോഴും പറയും പോലെ എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അന്നേരം കൂടെ സ്റ്റേഷനിലൊന്ന് വിളിച്ച് അങ്ങനെ ഇത്രയും നാശനഷ്ടം ഉണ്ടായതിന് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ആദ്യം അയാൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കേസായിട്ട് പോവാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് തന്നെ അറിയാം KSRTC കേസ് ഇതുവരെ ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോഴത്തേനും അയാൾക്ക് അറിയാമല്ലോ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസിൻ്റെ വഴി 7 വർഷം 8 വർഷമായിട്ട് ഇത് നീണ്ടുകൊണ്ടിരിക്കും, അല്ലാതെ നമുക്കൊരു ഉപയോഗമില്ല ഇതിൻ്റെ പേരിൽ. അങ്ങനെ അയാളുടെ ഇത്രയും സംസാരിച്ചപ്പോഴത്തേനും അയാൾ പറഞ്ഞ് കേസ് പോലീസ് വരട്ടെ, വിളിക്കാം. എന്നിട്ട് അയാൾ ഉടനെ പറഞ്ഞത് എനിക്ക് BP ലോയാണ്, ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇത്രയും വരെ ജീവൻ വെച്ചാണ് അയാൾ ഇത് ചെയ്തത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, അതായത് ഈ റിജോ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വെടിവെച്ചാങ്കോലിന് സമീപമുള്ള ഈ സ്ഥലത്ത് എത്തിയത്. അവർ വാഹനത്തിലേക്ക് കയറുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് ഇടയിലാണ് ഈ KSRTC ബസ് ഈ വാഹനത്തെ ഇടിച്ചു തകർത്തത്. അപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ അവർ കയറിയതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് സംഭവിക്കുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയൊരു ദുരന്തം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു യുവാവിൻ്റെ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം വാങ്ങിച്ചൊരു വാഹനമാണ്. അതിന് 10,000-ലധികം രൂപയുടെ ഫിനാൻസ് മാസം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജോലി ചെയ്താണ് ഇത്തരത്തിൽ ഇതിൻ്റെ ഫിനാൻസ് അടഞ്ഞു പോകുന്നത്. ആ വാഹനത്തിൻ്റെ കിടപ്പ് കണ്ടാൽ തന്നെ നമുക്ക് വളരെ ദുഃഖം തോന്നും. പ്രത്യേകിച്ചും ആ വാഹനത്തിൽ ഇപ്പോൾ പരസ്യങ്ങളൊക്കെ പതിച്ചു തുടങ്ങിയ ആൾക്കാർ, ഈ റോഡരികിൽ കിടക്കുന്നതുകൊണ്ട് പരസ്യങ്ങളൊക്കെ പതിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ വീലുകൾ അത് പൂർണ്ണമായും തകർന്നു മാറിയിട്ടുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് അടക്കം ആ ഒരു ഭാഗത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു നാശനഷ്ടം ആ യുവാവിന് സംഭവിച്ചു. ഇനി കേസുമായി പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് ദീർഘകാലം അത് നീണ്ടുപോകും. പ്രത്യേകിച്ച് KSRTC-യുമായിട്ടുള്ള കേസുകളാകുമ്പോൾ അത് ദീർഘകാലം നീണ്ടുപോകും. ഏതായാലും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം. KSRTC ഡ്രൈവർമാർക്ക് അവർക്ക് തോന്നിയ പോലെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അവർക്കില്ല എന്നുള്ള തോന്നൽ പാടില്ല. എല്ലാവരെയും പോലെ തന്നെയാണ് അവരും ഈ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം റോഡിലിറങ്ങാൻ. ഇത്തരത്തിൽ സാധാരണക്കാരുടെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് അവരുടെ ജീവഹാനി ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചോളൂ എന്ന മറുപടിയാണ് നൽകുന്നതെങ്കിൽ അതിൽ
പൊതുജനം മറുപടി നൽകുന്ന ഒരു കാലം അത് വിദൂരമായിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്യാമറാമാൻ പ്രണവിനൊപ്പം ആർ ശ്യാം ബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.